എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ പെൻഷൻ ഉൾപ്പെടെ ക്രിസ്മസ് ന്യൂ ഇയർ ഇലക്ഷൻ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷന് പുറമെ അടുത്ത പെൻഷൻ കൂടി വിതരണ തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ BPL മുൻഗണനാ റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള അവസരം നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം ലഭിക്കുന്ന അധിക സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള അറിയിപ്പുകളുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അറിയിപ്പുമുണ്ട്. ഇവർക്ക് നാളെയോ മറ്റന്നാളോ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ആദ്യത്തെ കാര്യം ക്ഷേമ പെൻഷൻ വീണ്ടും അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം 15 മുതൽ തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്നും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായ 2000 രൂപ വീതമാണ് ലഭിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. ഇതിനായി ധനവകുപ്പ് 1045 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. 26.62 ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടുകളിൽ എത്തിച്ച് കൈമാറും. 8.46 ലക്ഷം പേർക്ക് കേന്ദ്ര വിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂർ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് 1700 ആദ്യം ലഭിക്കുക. ചില ആളുകൾക്ക് അത് 1800 1500 ലഭിക്കും. ശേഷിക്കുന്ന 500 300 200 എന്നീ തുകകൾ ഒരാഴ്ചക്കുള്ളിൽ അക്കൗണ്ടുകളിലേക്ക് എത്തും. നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ അടക്കം 3600 രൂപയുടെ വിതരണം കയ്യിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശിക അവസാന ഗഡുവായിട്ടുള്ള 1600 നവംബറിലെ 2000 ചേർത്താണ് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൊടുത്തു തീരും മുമ്പെയാണ് അടുത്ത പെൻഷൻ കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് നവംബർ മാസത്തിൽ പെൻഷൻ ലഭിച്ചിട്ടില്ല. 2 മാസത്തെ പെൻഷൻ ഇലക്ഷന് മുമ്പ് എത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. നാളെയോ മറ്റന്നാളോ തുക എത്തും എന്നാണ് നമ്മൾ അവസാനമായിട്ട് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞത്. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടൊരു ഉത്തരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഒട്ടും താമസിക്കാതെ തന്നെ ആ ഒരു പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഇലക്ഷൻ ക്രിസ്മസ് മാസമായിട്ടുള്ള ഡിസംബർ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധിക അരിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മാസം മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. 2-ാം തീയതി മുതലാണ് വിതരണം ആരംഭിച്ചത്. 10 രൂപ 90 പൈസ നിരക്കിലാണ് സ്പെഷ്യൽ അരി നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുക. 10 കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡിനുള്ളത്. 5 കിലോ സ്പെഷ്യൽ അരിയാണ് നീല റേഷൻ കാർഡിനുള്ളത്. ഇവ കൂടി റേഷൻ കടയിലെത്തി കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സപ്ലൈകോയിലൂടെയുള്ള വിഹിതങ്ങൾ ഇപ്പോൾ വിതരണം തുടരുകയാണ്. ഇതുകൂടാതെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ ഈ മാസം 20 മുതലും ആരംഭിക്കുന്നതാണ്. മറ്റൊന്ന്, മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിലേക്ക് അപേക്ഷിക്കാൻ അർഹരായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം 16 വരെയാണ് അവസരമുള്ളത്. ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സ്വന്തമായി സിറ്റിസൺ ലോഗിൻ വഴിയും അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ ഒഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ അർഹരായിട്ടുള്ള അപേക്ഷകർ എല്ലാവരെയും മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താനാണ് സർക്കാർ നീക്കം. അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള എല്ലാവരും അപേക്ഷ നൽകുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.